രാജ്യത്തെ ട്രെയിനുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനം. വാതിലുകൾക്ക് സമീപം പൊതു ഇടങ്ങളിലാകും ക്യാമറകൾ സ്ഥാപിക്കുക. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് തീരുമാനം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഈ ക്യാമറകളുടെ കാര്യത്തിൽ എങ്ങനെ ഇത് ഘടിപ്പിക്കാനും ഏത് തരത്തിൽ നടപ്പിലാക്കാനുമാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? എന്തൊക്കെ വിവരങ്ങൾ നിലവിൽ ലഭ്യമാകുന്നുണ്ട്? പ്രവിധ, രാജ്യത്ത് ട്രെയിനുകൾക്ക് നേരെയുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ, ട്രെയിൻ അപകടങ്ങൾ, ഒപ്പം യാത്രക്കാർക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ എന്നിവ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ട്രെയിനുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാനുള്ള തീരുമാനം. കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യത്തെ 15,000 ട്രെയിൻ എഞ്ചിനുകളിലും 75,000 കോച്ചുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകി. ആദ്യഘട്ടം എന്ന നിലയിൽ നോർത്തേൺ റെയിൽവേ ഈ CCTV ക്യാമറകൾ വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കിയ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഓരോ കോച്ചുകളിലും 4 CCTV ക്യാമറകളായിരിക്കും സ്ഥാപിക്കുക. മുന്നിലും പിന്നിലുമുള്ള 2 വാതിലുകൾക്കും സമീപമായി പൊതു ഇടങ്ങളിൽ യാത്രക്കാരുടെ സ്വകാര്യത മാനിച്ച് പൊതു ഇടങ്ങളിലായിരിക്കും ഈ 4 ക്യാമറകൾ കോച്ചുകളിൽ സ്ഥാപിക്കുക. എഞ്ചിനുകളിലാകട്ടെ 6 ക്യാമറകളാകും ആകെ ഉണ്ടാകുക. മുന്നിലും പിന്നിലും ഇരുവശങ്ങളിലും കൂടാതെ ട്രെയിനുകൾക്കുള്ളിലെ മുന്നിലും പിന്നിലുമുള്ള കോക്പിറ്റുകൾക്കുള്ളിലും ഈ CCTV ക്യാമറകൾ സ്ഥാപിക്കും. കോക്പിറ്റുകൾക്കുള്ളിൽ സ്ഥാപിക്കുന്ന CCTV ക്യാമറകളിൽ വോയിസ് റെക്കോർഡറുകളും ഉൾപ്പെടും. നിലവിലിപ്പോൾ വിമാനങ്ങളിലുള്ള കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന് സമാനമായ തരത്തിലായിരിക്കും വോയിസ് റെക്കോർഡ് ചെയ്യപ്പെടുക. അപകടമോ മറ്റെന്തെങ്കിലും ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് അന്വേഷണത്തിൽ അത് ഗുണകരമാകും എന്ന വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ ഘടിപ്പിക്കുന്ന ക്യാമറകൾ എന്നുള്ളത് യാത്രക്കാരുടെ സ്വകാര്യത ഉറപ്പുവരുത്താനും ഒപ്പം തന്നെ സ്ഥിരം കുറ്റവാളികളെ തിരിച്ചറിയാനും കഴിയുന്ന തരത്തിലുള്ള AI ക്യാമറകളായിരിക്കും എന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. പ്രവിധ, ശരി. രാജ്യത്തെ ട്രെയിനുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനമായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും നൽകിയത്.